പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 1 കുറച്ച് നക്ഷത്ര ജാതകർക്ക് പുതിയൊരു ജീവിതവും ജീവിതത്തിൽ നല്ല നല്ല തുടക്കങ്ങളും സമ്മാനിക്കുന്ന ദിവസങ്ങളാണ്. സൂര്യനെ പോലെ ഈ നക്ഷത്ര ജാതകർ ഈ ഒരു മാസം പൂർണ്ണമായിട്ടും കത്തിജ്വലിച്ചങ്ങനെ നിൽക്കും. ഈ നക്ഷത്ര ജാതകരെക്കുറിച്ചും ഫെബ്രുവരി മാസത്തിൽ ഇവർക്ക് അനുഭവയോഗ്യമാകുന്ന നല്ലതും മോശവുമായ കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസ് നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. ആദ്യം തന്നെ കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് പറയേണ്ടത്. കാർത്തിക ദീപം പോലെ കത്തിജ്വലിച്ചു നിൽക്കുന്ന കാർത്തിക നക്ഷത്ര ജാതകർ ഫെബ്രുവരി മാസം ഇവരുടെ ഉത്സാഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ പൂർണ്ണതയിലെത്തിക്കാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കും. സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഫെബ്രുവരി മാസത്തിൽ ഇവർക്ക് ഉണ്ടാകില്ല. അതുപോലെ കർമ്മ മേഖലകളിൽ സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ് വരുന്നത്. വിട്ടുവീഴ്ച മനോഭാവത്തോടെയുള്ള പെരുമാറ്റം കുടുംബത്തിൽ സന്തോഷത്തിനും ഐക്യത്തിനും കാരണമാകും. ബന്ധുക്കളുടെ വിയോഗം മനസ്സിനെ അസ്വസ്ഥമാക്കും. വിവാഹ വിഷയങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകും. കലാരംഗത്ത് ശോഭിക്കപ്പെടും. പ്രധാന ചില കാര്യങ്ങൾക്കായിട്ട് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. ധനപരമായ തീരുമാനങ്ങളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകും. അന്യദേശത്ത് ഭൂമി ഇടപാട് നടത്താൻ നല്ല സമയമാണ്. വ്യാപാര വ്യവസായ മേഖലയിൽ അടുക്കും ചിട്ടയും വരുത്താൻ സാധിക്കും. പ്രണയ വിവാഹ യോഗവും ഉണ്ട്. സ്ഥാനക്കയറ്റത്തിൽ വിവാദം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. സന്താന ഭാഗ്യം ഉണ്ടാകും. അന്യദേശത്തു നിന്ന് ശുഭവാർത്ത പ്രതീക്ഷിക്കാം. സന്താനത്തിന് സാങ്കേതിക മേഖലയിൽ തൊഴിൽ സാധ്യതയും കാണുന്നുണ്ട്. ദോഷപരിഹാരമായിട്ട് ഭദ്രകാളിക്ക് രക്തപുഷ്പാർച്ചന, കടുംപായസം, സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മാഭിഷേകം, ശ്രീകൃഷ്ണന് തുളസിമാല, പാൽപായസം, അഷ്ടലക്ഷ്മി യന്ത്രം വീട്ടിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കുക എന്നീ പ്രാർത്ഥനകൾ നടത്താനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മ മേഖലയിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ്. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം ഉണ്ടാകും. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാൻ സാധിക്കും. അതിരുകടന്ന ആത്മവിശ്വാസം അബദ്ധങ്ങൾക്ക് കാരണമാകാതെ ശ്രദ്ധിക്കണം. ജാമ്യം നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാൻ ശ്രദ്ധ വേണം. പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കൃഷിയിൽ നിന്നും കന്നുകാലികളിൽ നിന്നും അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളവർക്ക് ഉന്നതി പ്രതീക്ഷിക്കാം. വായ്പ കുടിശ്ശിക അടച്ചു തീർക്കുന്നതിന് സാവകാശം ലഭിക്കുന്നതാണ്. ആധുനിക ചികിത്സകളിൽ ഉപരിപഠന യോഗം. കലാരംഗത്ത് സഹകരണം വർദ്ധിക്കും. ഇറക്കുമതി രംഗത്ത് പൂർവാധികം ശക്തിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. പൊതുരംഗത്തെ എതിർപ്പുകൾ അതിജീവിക്കും. അംഗീകാരത്തിന് സമ്മർദ്ദം ചെലുത്തേണ്ടതായിട്ട് വരും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് ഈ നക്ഷത്ര ജാതകരെങ്കിൽ നല്ല മുന്നേറ്റം നടത്താൻ സാധിക്കും. ഉപരിപഠനത്തിന് വാശി കൂടുന്ന സാധ്യതകൾ കൂടി കാണുന്നു. ഇവർ ദോഷപരിഹാരാർത്ഥം ശിവന് ജലധാര, കുവളമാല, ശ്രീകൃഷ്ണന് വെണ്ണ നിവേദ്യം, വേട്ടയ്ക്കൊരു മകന് അർച്ചന, ഹാരം, വിദ്യാർത്ഥികൾ സരസ്വതി യന്ത്രം ധരിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിദ്യാരാജഗോപാലാർച്ചന നടത്തുന്നതും ഉത്തമമാണ്. ഇനി കർക്കിടകക്കൂറിൽ പിറന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഒന്ന് നോക്കേണ്ടതുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് ആരോപണം ഏറ്റിരുന്നവർക്ക് അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം.
ക്രമക്കേട് കാണിക്കുന്ന ജീവനക്കാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കേണ്ടതായിട്ട് വരും. അതുമൂലം ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുമെങ്കിലും വലിയ ശല്യം ഇല്ലാതെ പോകും. നാഡീരോഗങ്ങൾ മൂലമുള്ള ക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും. മനസ്സ് തളർന്നു പോയ സാഹചര്യത്തിൽ നിന്നും സന്താനങ്ങളുടെ പിന്തുണയാൽ ഒരു തിരിച്ചുവരവ് ഈ സമയത്ത് ഇവർക്ക് പ്രതീക്ഷിക്കാം. ഉദ്യോഗം ഉപേക്ഷിച്ച് ബിസിനസ് തുടങ്ങാനുള്ള തീരുമാനം ഈ കാലഘട്ടത്തിൽ നീട്ടിവെക്കുന്നതാണ് ഉചിതം. തുടർന്നു വരുന്ന തൊഴിൽ രംഗത്ത് ഉന്നതി ഉണ്ടാകും. പ്രവർത്തന മേഖലയിൽ വിശേഷ അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുന്നതാണ്. ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും പ്രമാണം തിരിച്ചെടുക്കാൻ സാധിക്കും. കായിക രംഗത്ത് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കും. വാഹനം മുഖേന ആദായം ഉണ്ടാകും. സന്താനത്തിന് ദൂരദേശത്ത് നിന്നും മേന്മയുള്ള വിവാഹ ബന്ധം പ്രതീക്ഷിക്കാം. ജീവിത പങ്കാളിക്ക് അപ്രതീക്ഷിത ധനാഗമം ഉണ്ടാകും. പുത്തൻ ഗൃഹവും സ്വന്തമാക്കാൻ അവസരങ്ങൾ കാണുന്നു. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഹനുമാൻ സ്വാമിക്ക് വടമാല, അർച്ചന, ശങ്കരനാരായണന് നെയ്വിളക്ക്, ദുർഗാക്ഷേത്രത്തിൽ പാൽപായസം, ദേഹരക്ഷയ്ക്കായിട്ട് ദുർഗാ യന്ത്രം ധരിക്കുന്നതും ഗുണം ചെയ്യും. ഇനി ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഗുരുതുല്യവരായവരുടെ ആശീർവാദത്തോടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തന മേഖലയിൽ ശോഭിക്കാൻ ഇവർക്ക് സാധിക്കും. വലിയ വലിയ വ്യക്തികളുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടാനും ഇത്തരം സൗഹൃദങ്ങൾ പ്രതിസന്ധി തരണം ചെയ്യാനും ഉപകാരപ്പെടും. ഭാഗ്യദേവതയുടെ അനുഗ്രഹവും ഉണ്ട്. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാൻ അവസരങ്ങൾ ലഭിക്കും. വിവാഹാദി കാര്യങ്ങൾക്കും അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമാണ്. വിവാഹ കാര്യത്തിനുള്ള തടസ്സങ്ങളും അയൽക്കാരുടെ ഇടപെടൽ മൂലമുള്ള ശത്രുക്തകളും മാറിത്തുടങ്ങും. പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്കും സാധ്യത കാണുന്നുണ്ട്. വാഹന യോഗവുമുണ്ട്. മാസാവസാനത്തിൽ അലഞ്ഞു തിരിയലിന് സാധ്യതയുള്ളതിനാൽ ഫെബ്രുവരി മാസത്തിൽ ആദ്യ ദിവസങ്ങളിൽ ലഭ്യമാകുന്ന പണം വേണ്ട രീതിയിൽ വിനിയോഗിച്ച് മിച്ചം പിടിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. സാമ്പത്തിക കാര്യത്തിൽ ഈ മാസം അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ കുറച്ച് നഷ്ടങ്ങൾ കൂടി വരും. ചിലവ് അധികരിക്കാനും ഇടയുണ്ട്. കൃഷിയിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വളർത്തുമൃഗങ്ങൾക്ക് രോഗം വരാതെയും ശ്രദ്ധിക്കുക. ഈ 3 നക്ഷത്രക്കാരും ദോഷപരിഹാരാർത്ഥം സർപ്പക്കാവിൽ 100 പാലും, ഹനുമാന് വെറ്റിലമാല, ശിവന് ജലധാര, ശാസ്താവിന് നീരാജനം എന്നിവ കഴിക്കുക. അഘോര യന്ത്രം ദേഹരക്ഷയ്ക്കായിട്ട് ധരിക്കുന്നതും ഇവർക്ക് ഗുണം ചെയ്യും. ഇനി കന്നിക്കൂറിൽ പിറന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പ്രവർത്തന മേഖലകളിൽ ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ്. കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം വരും. പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട് വിദേശയാത്രയ്ക്കും അവസരമുണ്ടാകും. ആരോഗ്യ സംരക്ഷണ ഭാഗമായി വ്യായാമവും ഭക്ഷണ ക്രമീകരണവും ശീലിക്കുക. ഭവന നിർമ്മാണത്തിന് അനുയോജ്യമായ കാലം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ അസൂയയ്ക്ക് പാത്രമാകാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് സമയം ഉത്തമം. പുണ്യപ്രവർത്തികൾക്ക് പണം ചിലവഴിക്കാനും സാധിക്കും. മുൻകോപം നിയന്ത്രിക്കേണ്ടതാണ്. പ്രതിസന്ധി തരണം ചെയ്യാൻ സഹപ്രവർത്തകരുടെ പിന്തുണ സഹായകമാകും. അന്യദേശത്ത് കടുപ്പമേറിയ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് വിജയപഥത്തിൽ എത്തിക്കും. സംഗീത മേഖലയിൽ അംഗീകാരം തേടിയെത്തും. ജീവിത പങ്കാളിക്ക് ഔദ്യോഗിക ഔന്നത്യം ഉണ്ടാകും. വ്യാപാര വ്യവസായിക മേഖലയിൽ ധനവരവ് വർദ്ധിക്കും. ഇലക്ട്രോണിക്സ് രംഗത്ത് വ്യക്തിഗത നേട്ടം കൈവരിക്കാൻ സാധിക്കും. ഭക്ഷ്യവസ്തുക്കളുടെ വിതരണ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരുടെ അംഗീകാരവും ലഭിക്കും. ഇനി തുലാക്കൂറിലെ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പൈതൃക സ്വത്ത് കൈവശം വരുന്നതിനുള്ളൊരു ഭാഗ്യം ഈ മാസത്തിലുണ്ട്. പലരിൽ നിന്നും സാമ്പത്തിക സഹായവും ഉണ്ടാകും. അകന്നു കഴിയുന്ന പങ്കാളികൾ അടുക്കുവാനുള്ള സാഹചര്യവും ഉണ്ടാകും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അശരണർക്ക് സാന്ത്വനവും സഹായവും ചെയ്യുന്നത് മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാവുന്നതാണ്. യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതിൽ മികവ് പ്രകടിപ്പിക്കും. അപ്രതീക്ഷിത സ്ഥാനക്കയറ്റം ഉണ്ടാകും.
ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ മാറിത്തുടങ്ങും. മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപകടമുണ്ടാകാനുള്ള സാധ്യതകളും മാറിത്തുടങ്ങും. ഇവർ ദോഷപരിഹാരാർത്ഥം കുടുംബദേവതാ ദർശനവും വഴിപാടും നടത്തുക. മുടിപ്പുരയിൽ ഭദ്രകാളിക്ക് മധുപൂജ നടത്തി പ്രാർത്ഥിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക.